കെപിസിസി അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇക്കാര്യം മാധ്യമങ്ങൾക്ക് അറിയാത്തതുകൊണ്ടല്ല, അനാവശ്യമായി വാർത്തകൾ കൊടുക്കുകയാണ്. സംസ്ഥാന നേതാക്കളെ വിളിപ്പിച്ചത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഉചിതമായ തീരുമാനം അവരെടുക്കും. ഇവിടെ ഒരു ചർച്ചയും അത് സംബന്ധിച്ച് ഇവിടെയോ ഡൽഹിയിലോ നടക്കുന്നില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. ഇന്നലെ കെപിസിസി യോഗം കഴിഞ്ഞല്ലോ, ഇന്നലെ രാവിലെ വാർത്തയാണ് കംപ്ലീറ്റ്. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അല്ല, അത് എനിക്കറിയില്ല. നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് നിങ്ങളാണ് പറയേണ്ടത് എവിടെ നിന്ന് കിട്ടിയെന്ന്. അത് ഈ കേരളത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ ഇലക്ഷൻ നടക്കാൻ പോണ ബീഹാറിലെ, ബംഗാളിലെ, ആസാമിലെ എല്ലാം ഓരോ ദിവസമായിട്ട് നടക്കും. ഓരോ സമയമായിട്ട് നടക്കും. പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ട് അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഒരു റോഡ് മാപ്പ് നിശ്ചയിക്കുന്ന. ഒരു വർഷം മുമ്പ് അങ്ങനെ ACC ചെയ്യും. എല്ലാ സംസ്ഥാനങ്ങളെയും വിളിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കത് അറിയാം. എന്നിട്ട് ഇത് കേരളത്തിൽ മാത്രം ഇവിടുത്തെ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് സംസാരിക്കും. അതെല്ലാ ഈ അടുത്ത വർഷം 2026 ഇലക്ഷൻ നടക്കാൻ പോകുന്ന എല്ലാ സംസ്ഥാനത്തെയും നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ഈ കോൺഗ്രസിൽ തർക്കമാണ്, കോൺഗ്രസിൽ ബഹളമാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ ദിവസം വാർത്ത കൊടുക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു തർക്കമില്ല. ഒരു പാർട്ടിയിലുള്ള തർക്കവും ഞങ്ങളുടെ പാർട്ടിയിലില്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട. അല്ല, അദ്ദേഹം വേറൊരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞതല്ലേ, അതിനെന്താ? അദ്ദേഹം ഒരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അദ്ദേഹമായിട്ട് പഴക്കിട്ടോ, പിണങ്ങിയോ? ഒന്നുമില്ല. നല്ല ചോദ്യം. എന്നിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ട് അത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും എന്റെ അടുത്ത് ചോദിക്കണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എനിക്ക് കിട്ടില്ല. ഞങ്ങളിവിടെ വളരെ ഗൗരവമായിട്ട് UDF മുഴുവൻ ദിവസം യോഗം ചേരുവാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം KPCCയുടെ യോഗം ചേർന്നു. ഞങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ കൂട്ടായി ഞങ്ങൾ ഒരുമിച്ച് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നുമില്ല. നിങ്ങൾ കോൺഗ്രസിലേക്ക്